തുർക്കിയിൽ വീണ്ടുമുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കടന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. തുർക്കി സിറിയ അതിർത്തിയിൽ അന്റാക്യ നഗരത്തിന് സമീപമാണ് 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. വിവരങ്ങളുമായി കരിഷ്മ ആന്റണി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേർന്നത്. കരിഷ്മ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വേദനയുണ്ടാക്കിയ സംഭവങ്ങളാണ് തുർക്കിയിലും സിറിയയിലും നടന്നത്. ഇപ്പോൾ തുർക്കിയിലെ തുടർ ഭൂചലനത്തിൽ മരണം 6 കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? അതെ, ഈ തുർക്കിയിൽ തുടർ ഭൂചലനമല്ല ഉണ്ടായത്, ഒരു പുതിയ ഭൂചലനമാണ് ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. 6 പേർ മരിച്ചു. ഇനിയും ആളുകൾക്കായുള്ള തിരച്ചിൽ, കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്, അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഫെബ്രുവരി 6-നാണ് തുർക്കിയിൽ ആദ്യ ഭൂചലനം ഉണ്ടായത്. അവിടുത്തെ പ്രാദേശിക സമയം 4:17-ന് റിക്ടർ സ്കെയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി. അതിനെ തുടർന്ന് 1000-ലധികം കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും അന്ന് തന്നെ 12 മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ഈ 2 ഭൂചലനങ്ങളെ തുടർന്ന് ഇതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടായി. തുർക്കിയിലും സിറിയയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം ഇതിൻ്റെ തുടർചലനങ്ങൾ അനുഭവപ്പെട്ടു. ഏകദേശം 16ഓളം തുടർചലനങ്ങളും ഉണ്ടായി. ഇതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകരുകയും ഏകദേശം 1,00,000-ഓളം ആളുകൾ, ഇപ്പോൾ തന്നെ 45,000 പേർ, മരണസംഖ്യ 45,000 കടന്നിട്ടുണ്ട്. വീണ്ടും ഇനിയും നിരവധി പേരുകളുടെ ആളുകളെ കണ്ടെത്താനുണ്ട്. ഏകദേശം 1,00,000-ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടായി. എന്നാൽ ജീവനോടെ ഇനി ആളുകളെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതിനാൽ പല പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഏകദേശം 2 സ്ഥലങ്ങളിൽ മാത്രമേ രക്ഷാപ്രവർത്തനം വീണ്ടും ആവശ്യമുള്ളൂ എന്ന് അവിടുത്തെ സർക്കാർ ഉത്തരവിറക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് വീണ്ടും കഴിഞ്ഞ ദിവസം പുതിയ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ആ ഭൂചലനത്തിനും ഇപ്പോൾ 6 പേർ മരിച്ചു. വീണ്ടും മരണസംഖ്യ ഉയരാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആദ്യമുണ്ടായ ഭൂചലനത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. തുർക്കിയിൽ ആദ്യമായല്ല ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി 6-ന് ശേഷം നിരവധി ഭൂചലനങ്ങളാണ് ഉണ്ടായത്. അതിൻ്റെ തുടർചലനങ്ങളായി ഏകദേശം 16-17ഓളം തുടർചലനങ്ങളും ഉണ്ടായി. 1000-ലധികം കെട്ടിടങ്ങൾ തകർന്നു. 1,00,000-ലേറെ ആളുകൾ മരിച്ചു. ഈ ഭൂചലനത്തെ തുടർന്ന് ഏകദേശം 5.5 കോടിയോളം ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട്. അതുപോലെ തന്നെ 8.5 കോടിയിലധികം പേർ പട്ടിണി കിടന്ന് വീണ്ടും ഒരു വലിയ ദുരന്തത്തിലേക്ക് കടക്കുമെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇത് 1999-ലും 2000-ലും ഇത്തരത്തിൽ നിരവധി ഭൂചലനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ഭൂചലനങ്ങൾ ഉണ്ടാകുന്നു എന്ന കാരണവും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുർക്കിയിലെ ഭൂമിശാസ്ത്രപരമായ അതിൻ്റെ സ്ഥിതി, അതെങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ പ്രദേശം എങ്ങനെയാണ് ഉള്ളതെന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു അതിർത്തി പ്രദേശമാണ്. അതായത് രണ്ട് വൻകരകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് തുർക്കി. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആ ഭൂമി ഉണ്ടായ കാലത്ത് എല്ലാ വൻകരകളും ഒരുമിച്ചായിരുന്നു. അതിനുശേഷം കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് കാരണമാണ് പല വൻകരകളായി വിഭജിക്കപ്പെട്ടത്. ഇത്തരത്തിൽ ഇപ്പോഴും വിഭജനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രീയപരമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിഭജിക്കുന്ന സ്ഥലത്തുള്ള പ്രദേശങ്ങളിൽ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുർക്കി അത്തരത്തിലൊരു, അതായത് ഏഷ്യയും യൂറോപ്യൻ വൻകരകളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഡ്രിഫ്റ്റ്, ഈ വിഭജനം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഭൂചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ആദ്യമായിട്ടല്ല തുർക്കിയിൽ ഭൂചലനം ഉണ്ടാകുന്നത്. 1999-ൽ ഇത്തരത്തിൽ റിക്ടർ സ്കെയിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായി. അന്ന് 17,000-ലധികം ആളുകൾ മരിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഇത്തരത്തിൽ ശക്തമായ ഭൂചലനം ഇത് ആദ്യമായാണ് തുർക്കിയിൽ ഉണ്ടായത്. അന്ന് 17,000 പേര് മരിച്ചു എന്ന കണക്കുകളുടെ അനുപാതത്തിൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭൂചലനത്തിൽ 50,000-ലധികം ആളുകൾ മരിക്കുമെന്ന് അനുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 2000-ൽ റിക്ടർ സ്കെയിൽ 7 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനം ഉണ്ടായി. അന്നും നിരവധി ആളുകൾ മരിക്കുകയുണ്ടായി. ആ വർഷം തന്നെ ഒക്ടോബറിൽ വീണ്ടും റിക്ടർ സ്കെയിൽ 6.5 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായി. അന്നും നിരവധി പേർ
പേർ മരിക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി തവണ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മാരകമായ രീതിയിൽ ഒരു ഭൂചലനം ഇത് ആദ്യമായാണ് തുർക്കിയിൽ ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ആദ്യമായാണ് തുർക്കിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ആ ദിവസങ്ങൾ, അതായത് ആ ദിവസം തന്നെ ആദ്യ ഭൂചലനം ഉണ്ടായ 12 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായി. അടുത്ത ദിവസവും ഭൂചലനം ഉണ്ടാകുകയും ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും ഒരു ഭൂചലനം ഉണ്ടാകുകയാണ്. അവിടുത്തെ ആളുകളിൽ ആശങ്കയും ഭയവും വർദ്ധിച്ചിരിക്കുകയാണ്. ഇനിയും ഭൂചലനങ്ങൾ ഉണ്ടായി ഇനിയും മരണം സംഭവിക്കുമോ എന്ന ഭയത്തിലാണ് ഇപ്പോൾ തുർക്കിയിലെ ജനങ്ങൾ ജീവിക്കുന്നത്. ഗീസ്, കരിഷ്മ, ഒപ്പം തന്നെ ഈ ഇന്നുണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂചലനത്തിന്റെ ഭാഗമായി ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? ഒപ്പം തന്നെ ഈ ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ അതിൽ പ്രാദേശിക ഭരണകൂടം നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാവുന്ന ആശങ്കകൾ എത്രമാത്രമാണ്? അത് പരിഹരിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട്? ഈ ഭൂചലനം ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി ഓടി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ ആശങ്ക വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏകദേശം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്ന സമയത്തായിരുന്നു വീണ്ടും ഒരു ഭൂചലനം ഉണ്ടായത്. അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും എത്ര നാൾ അവർക്ക് ഈ സുരക്ഷാ കേന്ദ്രങ്ങളിൽ താമസിക്കാൻ സാധിക്കും എന്ന ഒരു വലിയ ചോദ്യമായി തുടരുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഈ ഭൂചലനത്തിന് ശേഷം 5.5 കോടിയിലധികം ആളുകൾക്ക് ഭവനരഹിതരാകും. അതുപോലെ തന്നെ 8.5 കോടിയിലധികം ആളുകൾ പട്ടിണിക്ക് വിധേയരാകുമെന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതലൊന്നും കാര്യങ്ങൾ അവിടുത്തെ ഭരണകൂടം നൽകിയിട്ടില്ല. അവരും ഇതൊരു വലിയ ചോദ്യമായി തന്നെ അവരുടെ മുൻപിലും ഇത് നിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. ഗീസ്, വ്യക്തമാണ്. തുർക്കിയിൽ വീണ്ടുമുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കടന്നിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കരിഷ്മ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.